കോഴിക്കോട്ട് എൻഫോഴ്സ്മെൻറ്റുകാരുടെ റെയ്ഡ് കഴിഞ്ഞിട്ട് ദിവസം 3-4ആയി. ആദ്യത്തെ ദിവസം സഖാവ് മുഹമ്മദ് റിയാസ് അവിടെ റെയ്ഡ് നടത്തിയിട്ട് ഒന്നും കിട്ടിയില്ല. എൻഫോഴ്സ്മെൻറ്റുകാർ നാണിച്ചു പോയി. അവരെ ബ്ലീച്ചടിച്ച് സ്ഥലം കഴിച്ചിലാക്കുകയാണ് ചെയ്തത് എന്നൊരു വീരവാദം മുഴക്കിയെങ്കിലും അധികം മണിക്കൂറുകൾക്കകത്ത് എൻഫോഴ്സ്മെൻറ്റുകാരുടെ പത്രക്കുറിപ്പ് വന്നു. അവരെന്തൊക്കെയാണ് പരിശോധിച്ചത്, ആരുടെയൊക്കെ വീടാണ് പരിശോധിച്ചത്, എന്തൊക്കെ രേഖകളാണ് കിട്ടിയത്, ഏത് തരത്തിലുള്ള ഇടപാടുകളെക്കുറിച്ചാണ് വ്യക്തമായ സൂചന കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ അതിൽ വിശദീകരിച്ചു. അതോടുകൂടി ഈ നാട്ടിലുള്ള സകല സഖാക്കളുടെയും നാവിറങ്ങിപ്പോയി. അത് പിന്നീട് ഒറ്റ CPM കാരനെങ്കിലും കാമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. MA ബേബിയും പറഞ്ഞിട്ടില്ല, തോമസ് ഐസക്കും പറഞ്ഞിട്ടില്ല, AK ബാലനാണ് എന്തെങ്കിലും പറയേണ്ടിയിരുന്നത്, പുള്ളിയും പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ നേതാക്കന്മാരും തലയിൽ മുണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. സജി ചെറിയാനും വാസവനും രാജീവും ഒക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതോ ഇനി കഴിഞ്ഞ കാലവർഷത്തിൽ കാലഗതി പ്രാപിച്ചു എന്നും അറിയില്ല. ഇവരാരും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. DYFIയുടെ നേതാക്കന്മാരും മിണ്ടിയിട്ടില്ല, SFIക്കാരും മിണ്ടിയിട്ടില്ല. ഞങ്ങളാരും ഈ നാട്ടുകാരല്ല, ഞങ്ങൾ മാവിലായിക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കോത്താഴത്തുകാരാണ് എന്ന ഒരു നിലപാടാണ് ഇവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സഖാവ് മുഹമ്മദ് റിയാസിൻ്റെ പേര് കൂടി ഇതിനകത്തേക്ക് വലിച്ചഴക്കപ്പെടുകയും ആ സഖാവ് അവിഹിതമായിട്ടും അനർഹമായിട്ടും കണ്ടവാനം പണം സമ്പാദിച്ചു. CPMൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ തന്നെ അട്ടിമറിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇദ്ദേഹത്തിൻ്റെ പെട്ടിപിടുത്തക്കാരനാണ്. അതുപോലെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇന്നൊഴിഞ്ഞ നമ്മുടെ സഖാവ് വാസിഫ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സിൽബന്തിയാണ് എന്നൊക്കെ ആളുകൾ ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല ഇവരെ ഈ 3-അംഗ സംഘം കോഴിക്കോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും പിടിച്ചു പറയും കണ്ട് മനം മടുത്തിട്ടാണ് CPMകാരടക്കമുള്ള ആളുകൾ വോട്ട് കോൺഗ്രസിനും UDFനും മാറ്റി ചെയ്തത്. അങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ LDFന് ചരിത്ര പരാജയമുണ്ടായത് എന്ന് വരെ ആളുകൾ വ്യാഖ്യാനിച്ചു. അങ്ങനെ ആരാലും പിന്തുണക്കപ്പെടാതെ ഈ റിയാസും വീണയും പത്മവ്യൂഹത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അവരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി വരട്ടെ. ഒരാൾ വന്നില്ല. അപ്പോഴാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയും നിരവധി പ്രശ്നങ്ങളുണ്ട്. അതെങ്കിൽ പോലും ആത്മാഭിമാനം കൈവിട്ടില്ല. പുള്ളി നേരിട്ട് പത്രങ്ങൾക്ക് മുമ്പിൽ, പത്രപ്രവർത്തകർക്ക് മുമ്പിൽ ഹാജരായിട്ട് പറഞ്ഞു, എൻ്റെ ഈ കൈകൾ കണ്ടു, ഈ കൈകൾ ശുദ്ധമായ കൈകളാണ്, ഇതിൽ കരി പുരട്ടാമെന്ന് ആരും വിചാരിക്കണ്ട, ഇതിൽ ചോര പുരണ്ടിട്ടുണ്ട്, TP ചന്ദ്രശേഖരൻ്റെ ചോര എൻ്റെ കൈകളിലുണ്ട്. അതുപോലെ വാടിക്കൽ രാമകൃഷ്ണൻ മുതൽക്ക് ഇങ്ങോട്ട് പലരെയും ചോര പുരണ്ട കൈകളാണ്, പക്ഷേ കരി പുരണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും കരി പുരട്ടാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഇനി ആരെങ്കിലും കരി പുരട്ടുകയാണെങ്കിൽ കൈ പുരണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് സമ്മതിക്കുകയില്ല. എൻ്റെ മകൾ വീണ അത്ര സമ്പന്നയൊന്നുമല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ അത്യാവശ്യം കരിമണൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാസപ്പടി മേടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം ടൂത്രി വാങ്ങിച്ചുവെങ്കിൽ തന്നെ അതിനൊക്കെ രേഖയുണ്ട്. രേഖയില്ലാതെ ഒരു പണവും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങളുടെ തറവാട്ട് പാരമ്പര്യം അതാണ്. കൈക്കൂലി മേടിക്കുകയാണെങ്കിലും റെസീറ്റ് കൊടുക്കും. അതിന് GST അടച്ചിട്ടുണ്ട്. GST മേടിച്ച് ഏതെങ്കിലും കൈക്കൂലിക്കാരൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടത് കൈക്കൂലിയല്ല. പണം തന്നതിനും രേഖയുണ്ട്, വാങ്ങിയതിനും രേഖയുണ്ട്. അപ്പോൾ അതും കൈക്കൂലിയുടെ സാധാരണ രീതിയിലല്ല. സാധാരണ കൈമടക്ക് കൊടുക്കുന്നതിന് രേഖ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് കാണുന്ന കാര്യം ഇത് കൈക്കൂലിയാണെങ്കിൽ പോലും അത് രേഖാപരമായ കൈക്കൂലിയാണ്, തെളിവോടുകൂടിയ കൈക്കൂലിയാണ്. അതിന് GST അടച്ചിട്ടുണ്ട്, അതിന് ആനുപാതികമായിട്ട് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചോ ഒരു ചാർജും ഞങ്ങൾക്കെതിരെ നിലനിൽക്കുകയില്ല. ഞാനോ എൻ്റെ മകളോ മകളുടെ ഭർത്താവോ അല്ലെങ്കിൽ മകളുടെ അമ്മായിയപ്പൻ അമ്മായിയമ്മ മുതലായവരോ ഈ വക ഒരു തട്ടിപ്പ് നടത്തിയിട്ടില്ല, നടത്തുകയുമില്ല. അതുകൊണ്ട് മിസ്റ്റർ മാമൻ മാത്യു ശ്രദ്ധിക്കണം. നിങ്ങളുടെ പത്രത്തിലാണ് ഏറ്റവും അധികം നുണ വരുന്നത്. മാതൃഭൂമിയോ കേരളകൗമുദിയോ അല്ലെങ്കിൽ ദേശാഭിമാനിയോ മംഗളമോ മാധ്യമമോ ഒന്നും കളവ് എഴുതില്ല എന്നുള്ളതല്ല. അതിനൊക്കെ ഒരു മര്യാദ ഉണ്ട്, ഒരു മയമുണ്ടാവും. പക്ഷേ മനോരമക്കാർ ഏത് കാലത്തും കണ്ണി ചോരയില്ലാത്തവരാണ്, ആർത്തകയ്ക്ക് ഉപ്പ് തേക്കാത്തവരാണ്. അവരിപ്പോൾ ഈ റിയാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചില വ്യാജ സാക്ഷികളെയും ഹാജരാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഈ പാർട്ടി കുലുങ്ങയില്ല എന്ന് പുള്ളി അസന്നിഗ്ധമായിട്ട് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും പാർട്ടിക്കാർ തെരുവിലിറങ്ങുമോ സഖാവ് വിജയന് വേണ്ടിയിട്ട്? ഇനിയെങ്കിലും
ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ ഈ വിഷയത്തെ അഭിമുഖീകരിക്കുമോ, അതിന് മറുപടി നൽകാൻ കൂട്ടാക്കുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും പിണറായി സഖാവിൻ്റെ ടൈം ബെസ്റ്റ് ടൈം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീണ സഖാവിൻ്റെയും റിയാസ് സഖാവിൻ്റെയും സമയം ഇതുപോലെ തന്നെ നല്ലതാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാതെ ഈ സംഭാഷണം അവസാനിപ്പിച്ചാൽ അത് എന്നോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും. ഇത്ര വലിയ പുകിലും പൂക്കാറൊക്കെ ഉണ്ടായിട്ട് ഈ വലിയേട്ടൻ പാർട്ടി ആകെ കുഴപ്പത്തിലായി. കെ ബാലൻ പോലും ഒന്നും മിണ്ടാത്ത സമയത്ത് ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെ ന്യായീകരിക്കുകയോ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയോ ഈ വന്നുപെട്ടിരിക്കുന്ന വലിയ ആപത്തിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യാൻ കൂട്ടാക്കണ്ട. അല്ലെങ്കിൽ അതിന് ബാധ്യതപ്പെട്ട ഒരാളുണ്ട്, അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പുള്ളി ആ ഉത്തരവാദിത്തം മറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പിണറായി വിജയൻ്റെ വീട് റെഡി ചെയ്തപ്പോൾ ആദ്യം അവിടെ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ആളാണ് സഖാവ് ബിനോയ് വിശ്വം. പക്ഷേ വീണയുടെ നേരെ അന്വേഷണം തുടരുകയും മുഹമ്മദ് റിയാസ് തന്നെ അന്വേഷണത്തിൻ്റെ റഡാറിൽ വരികയും ചെയ്തപ്പോഴും CPIക്ക് ഈ കാര്യത്തിലൊരു നിലപാടുമില്ല എന്ന് മാത്രമല്ല, അവർ ഇതിനെ ഭംഗിതരേണ പ്രോത്സാഹിപ്പിക്കുകയാണ്. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നാണ് ബഹുമാനപ്പെട്ട പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഇനി ഇടതുമുന്നണിയിൽ കൊണ്ടുനടക്കണം. അത് ഇടതുമുന്നണി പിരിച്ചുവിട്ട് നമുക്ക് നെഞ്ചുവിരിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണോ നല്ലത് എന്നും കൂടി ആലോചിച്ചാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും വീണ സഖാവിന് വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. റിയാസ് സഖാവിനും പിണറായി സഖാവിനും അത് തന്നെ നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിപ്ലവം ജയിക്കട്ടെ. ലാൽ സലാം.